ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ വളരെ അടുത്തായിട്ടുണ്ട്. സോ ഈ എക്സാമിന് മുന്നായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സോ നമ്മുടെ +1 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രീ വെയറും അതുപോലെ തന്നെ ഷെയർവെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ്. രണ്ട് രീതിയിലാണ് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫ്രീ വെയറും രണ്ടാമത്തേത് ഷെയർവെയർ എന്ന് പറയും. ഫ്രീ വെയർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു യൂസേഴ്സിനും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും ആൻഡ് വിത്തൗട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക ആൻഡ് യൂസ് ഫോർ എനി പർപ്പസ് അവരുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന സോഫ്റ്റ്വെയർസ്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ഫ്രീ വെയർ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഷെയർവെയർ എന്ന് പറഞ്ഞാലോ ഇറ്റ് ക്യാൻ യൂസ് എനി യൂസേഴ്സ് ക്യാൻ ഡൗൺലോഡ് ആൻഡ് ട്രൈ അല്ലേ. ഏതൊരു യൂസർക്കും അത് ഡൗൺലോഡ് ചെയ്യുകയും അത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ അവർ അവൈലബിൾ ആക്കി തരാണ്. ബട്ട് ഫുൾ ഫീച്ചേഴ്സ് എന്താവുന്നില്ല, അവൈലബിൾ ആവുന്നില്ല. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഷെയർവെയർ എന്ന് വിളിക്കും. ഫ്രീ ഫെയറിൽ അല്ലെങ്കിൽ ഫ്രീ വെയറിലെ എല്ലാ ഫീച്ചേഴ്സും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നേരെ മറിച്ച് ഷെയർവെയറിലേക്ക് വരുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ഫീച്ചേഴ്സ് അവർക്ക് അവൈലബിൾ ആവുന്നുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം നമ്മൾ പർച്ചേസ് ചെയ്യണം. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലെ. പിന്നീട് പറയുന്നത് ഫ്രീ വെയറിൽ ഏതൊരു പ്രോഗ്രാമുകൾക്കും ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. നേരെ മറിച്ച് ഷെയർവെയർ അങ്ങനെയല്ല, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ബട്ട് അവിടെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രീമിയം പർച്ചേസ് ചെയ്ത ആളുകൾക്ക് മാത്രം ഇത് അവൈലബിൾ ആവുന്ന രീതിയിലായിരിക്കും ആര് വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഷെയർവെയർ വർക്ക് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. പിന്നീട് നെക്സ്റ്റ് നമുക്ക് അതിൽ വരുന്ന ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഇതിൽ നമുക്ക് ജനറൽ പർപ്പസും അതുപോലെ തന്നെ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ജനറൽ പർപ്പസ് എന്ന് പറയുന്നത് ഏതൊരാൾക്കും അവരുടെ കോമൺ യൂസിന് വേണ്ടി യൂസ് ചെയ്യാം വിത്തൗട്ട് എനി ലിമിറ്റേഷൻസ് അല്ലേ. ഇപ്പം ടീച്ചർ ആയാലും സ്റ്റുഡൻ്റ് ആയാലും കമ്പനീസ് ആണെങ്കിലും അവരുടെ ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിനാണ് നമ്മൾ ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുന്നത് അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്, ബില്ലിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്. അഥവാ ഒരു പ്രത്യേക പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കും. പിന്നീട് അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മെയിൻ്റെനൻസ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ നമ്മുടെ വീടും ബിൽഡിങ്സ് ഒക്കെ മെയിൻ്റെനൻസ് ടാസ്കുകൾ എടുക്കുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അതാണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കംപ്രഷൻ ടൂൾസ് അവൈലബിൾ ആണ്, അഥവാ നമ്മുടെ ലാർജ് ഫയൽസിനൊക്കെ കംപ്രസ് ചെയ്ത് ചെറുതാക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഫയലുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്, നമ്മുടെ ഫയലുകളെ ബാക്കപ്പ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്, നമ്മുടെ വൈറസും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിവൈറസ് പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്.